എന്ന പച്ച വഴുതന നീണ്ട ആഹാ ഇതേ കുറച്ച് വെണ്ടത്തൈകളുണ്ട്. പച്ചമുളക് നല്ല വലിയ പച്ചമുളകാണ്. ഇതിൻ്റെ കുറഞ്ഞൊരു സമയം കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചെറിയൊരു കൃഷിത്തോട്ടം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുറഞ്ഞ സമയം നമുക്ക് ഒന്ന് മെനക്കെട്ടാൽ മതി. ഈ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ആദ്യം ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതായത് ഇത് വളരാൻ ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഇത്തരത്തിലുള്ള ഏത് ചെടിയാണെങ്കിലും അത് വളരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മണ്ണൊരുക്കണം. ആ മണ്ണൊരുക്കലാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ ആ രീതിയിൽ മണ്ണൊരുക്കി ഗ്രോ ബാഗിൽ ചെയ്ത ചെറിയൊരു കൃഷിത്തോട്ടം. ഇതിപ്പോൾ വഴുതനയാണ്, 2 തരത്തിലുള്ള വഴുതന ഉണ്ട്, തൊട്ടപ്പുറത്ത് വെണ്ടയുണ്ട്, അതേപോലെ പച്ചമുളകുണ്ട്, തക്കാളി ഇങ്ങനെ ഉണ്ടായി വരുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത ഒരു പച്ചക്കറി കൃഷി തോട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം. ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എങ്ങനെ മണ്ണൊരുക്കാം എന്നുള്ളൊരു വീഡിയോ മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കുറഞ്ഞൊരു സമയം നമ്മൾ മെനക്കെട്ടാൽ മതി. പിന്നീട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ നനക്കണം, ഓരോ ദിവസവും നനക്കണം. ആ ഒരു പണിയേ ഉള്ളൂ. ഫസ്റ്റിൽ ചെയ്യുന്ന ഒരു ജോലിയാണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിന് കീടനാശിനികൾ വേണം, പിന്നെ അതേപോലെ വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ വീട്ടിൽ കിട്ടും. നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളവും കീടനാശിനിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വഴുതനയാണ് ഞാൻ ആദ്യം വിളവെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വഴുതന, ഈ കൃഷിയെ പറ്റിയുള്ള കൂടുതൽ അറിവൊന്നും നമുക്കില്ല. അതായത് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതികളെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. എങ്കിലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്ന സമയത്ത് കിട്ടുന്ന അറിവിലൂടെ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വഴുതനൻ്റെ വിത്ത് വാങ്ങി മുളപ്പിച്ചു, പിന്നെ ഇതേപോലെ നട്ടു. സത്യം പറഞ്ഞാൽ ഏത് വഴുതനയാണ് എന്താണെന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഉണ്ടായ വഴുതന ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പേരും സത്യം പറഞ്ഞാൽ കൃത്യമായി ഇതിൻ്റെ പേരെന്താണെന്നുള്ള വഴുതന എന്ന് പറയാമെന്നല്ലാതെ ഇതിന് പ്രത്യേകമായ പേരെന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, നമ്മളിങ്ങനെ ഗ്രോ ബാഗ് വെക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും നനക്കും. ദിവസം നനക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പുല്ലുകളൊക്കെ മുളക്കും. പുല്ലുകൾ മുളച്ചിട്ട് ഇതിലേക്ക് വരും, നമ്മുടെ ഗ്രോ ബാഗിലേക്കൊക്കെ വരും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് ചാക്കോ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇത് നനച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കരിയില ഇങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ നനവ് അവിടെ ഇങ്ങനെ എന്താ പറയുക, വല്ലാതെ വെയിൽ തട്ടാതെ അതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ വിളവെടുപ്പ്, അതായത് ഈ സീസണിൽ ഉണ്ടാക്കിയ കൃഷിത്തോട്ടത്തിൽ ആദ്യത്തെ വിളവെടുപ്പ് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നല്ലൊരു വയലറ്റ് കളറായിട്ടില്ല, ഇത് ഈ രീതിയിലുള്ള വഴുതനായിരിക്കും. അപ്പോൾ നമുക്ക് തികച്ചും ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ തയ്യലുണ്ടായ വഴുതനയാണ്. ഇതിന് വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചില്ല. കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ വീട്ടിലുണ്ടാവുന്ന ജൈവ വളങ്ങളും മാത്രം ഉപയോഗിച്ച് നമുക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യത്തിന് ഉപ്പേരി വെക്കാനൊക്കെ ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീട്ടിലെ ഏതൊരാൾക്കും ഏത് പ്രായക്കാർക്കും വളരെ ലളിതമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചെറുത് അതിൻ്റെ കൂടെ പറഞ്ഞു പോയി, കുഴപ്പമില്ല. വളരെ ലളിതമായിട്ട് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. തിന്നതിനേക്കാൾ വലിയ സന്തോഷം ഇത് കാണുമ്പോഴാണ്. ഇതിങ്ങനെ വഴുതനുണ്ടായ സമയത്ത് ഈ തൈ എന്തായി പോയി, മറിഞ്ഞുപോയി. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി കൊടുത്തതാണ്. ഈ രീതിയിലല്ല കെട്ടേണ്ടത്. അപ്പോൾ ഇനി ഞാനിത് പറിച്ചു കഴിഞ്ഞാൽ മൊത്തം തൈകൾ ഇങ്ങനെ കുത്തു കൊടുത്തിട്ട്, അതായത് കമ്പ് നാട്ടിയിട്ട് കൃത്യമായിട്ട് ഇത് ഞാൻ കെട്ടും. അപ്പോൾ ഇതൊരു പ്രശ്നം. തക്കാളിയൊക്കെ ആണെങ്കിലും ഈ ഒരു വിഷയം വരും. അതായത് വെയിറ്റ് കൂടുന്ന സമയത്ത് തൈ മറിഞ്ഞു പോകും. പച്ച വഴുതന നീണ്ട ആഹാ, ഇതേപോലുള്ള 3-4 തൈകളുണ്ട്. ഇതേപോലെ പിന്നെ സാധാരണ നമ്മൾ കാണുന്ന പച്ച വഴുതന, നീണ്ട പച്ച വഴുതന, ഇതൊന്നും ആയിട്ടില്ല. ഇതായിട്ടുണ്ടേ, ഇതായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറിച്ച പോലെയുള്ള വഴുതന. കുറച്ച് വെണ്ടത്തൈകളുണ്ട്. ഇത് ചില വെണ്ടൊക്കെ മൂത്തിട്ടുണ്ട്, നമ്മൾ പറിക്കാൻ വൈകിയതുകൊണ്ട് നോക്കണ്ട. ചെറിയ തൈയാണ്, ആയി വരുന്നേ ഉള്ളൂ. ഏതായാലും ഒരു വീട്ടിൽ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെണ്ട നമുക്കുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ
സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പച്ചക്കറി കൃഷി ചെയ്യുന്നവരുള്ള സംതൃപ്തിയാണ് ഇത് വിളവെടുക്കുമ്പോഴുള്ള സംതൃപ്തി. കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ കാണുമ്പോൾ ചില സമയത്ത് പറിക്കാൻ തോന്നൂല. പറിക്കാതെ അങ്ങനെ ചെടിൻ്റെ മുകളിൽ കായ നിൽക്കുന്നത്. പച്ചമുളകുണ്ട്, പറിക്കാനായിട്ടുണ്ട്. വഴുതനയുണ്ട്, ഇവിടെയൊക്കെ വഴുതന ഉണ്ട്. അപ്പോൾ ഇതായിട്ടില്ല ദേവി, ഇത് വഴുതന ഇത് ഇവിടെ ഉണ്ടോ. ഇനി ഇപ്പോൾ പച്ചമുളകാണ് കേട്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മൂത്തതൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ പറിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു രാസ വളം ഉപയോഗിച്ചില്ല, രാസ കീടനാശിനി ഉപയോഗിച്ചില്ല, എല്ലാം ജൈവം. പച്ചമുളക് നല്ല വലിയ പച്ചമുളകാണ്. ഇതിൻ്റെ എരിവ് ഉണ്ടാവുമെന്നില്ലത് എനിക്കറിയില്ല കേട്ടോ. എരിവ് ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല. എരിവ് കുറയാനാണ് സാധ്യത. ഈ പച്ചമുളക് അങ്ങനെ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത്ര വലിയ പച്ചമുളകിന് എരിവ് കുറയാറുണ്ട്. എന്താ നമുക്കറിയില്ല. ഏതായാലും എരിവുണ്ടാവില്ല നല്ലതല്ല. നമ്മൾ ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിജയം, അതിലുള്ളൊരു സംതൃപ്തി, ഇതാണ്. എടുക്കണ്ടോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞൊരു സമയം നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള കൃഷിത്തോട്, നമ്മളൊക്കെ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ കുറഞ്ഞൊരു സമയം ഇതിന് വേണ്ടി മാറ്റി വെക്കാൻ. ആദ്യം ഫസ്റ്റിൽ നമുക്ക് കുറച്ച് സമയം നമ്മൾ ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്, അതായത് മണ്ണൊരുക്കാൻ, ഗ്രോ ബാഗ് നിറക്കാൻ, അത് ചെടി നടാൻ, അത് കൊണ്ടുപോയി വെക്കാനൊക്കെ കുറച്ച് സമയം ചിലവഴിക്കണം. പിന്നീട് നനച്ചു കൊടുക്കാൻ, കുറഞ്ഞ് വളങ്ങളിടാനൊക്കെ അല്പസമയങ്ങൾ നമ്മൾ മാറ്റി വെച്ചാൽ ഇത് കണ്ടോ, ആഹാ, ഇതേപോലെയുള്ള നല്ല നല്ല പച്ചക്കറി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒറ്റ ദിവസം വിളയെടുത്താണ്. വഴുതനുണ്ട്, പച്ചമുളകുണ്ട്, അതേപോലെ കുറച്ച് വെണ്ടയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഈ തൈകളൊക്കെ നട്ട സമയത്ത് തന്നെ നട്ടതായിരുന്നു നമ്മൾ പിന്നെ തക്കാളി തൈകൾ. പക്ഷെ തക്കാളി നന്നായിട്ട് വലുതായി, ഇതേപോലെ വലുതായി. പക്ഷേ പിന്നെ അതിൻ്റെ ഇലകളൊക്കെ ചുരുണ്ട് വളരാത്ത രീതിയിൽ ആയപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ തൈകൾ നട്ടതായിരുന്നു. ഇതിൻ്റെ കൂടെ നട്ടത് ഒഴിവാക്കിയിട്ട് വേറെ നട്ടതായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ കായ്കൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ തൈൻ്റെ എന്തൊരു പ്രശ്നമായിരിക്കും, എനിക്ക് മണ്ണിലുള്ള എന്തെങ്കിലും വിഷയം കൊണ്ട് സംഭവിച്ചതായിരിക്കും. അപ്പോൾ ഇനി അത് ഉണ്ടാവും. സംതൃപ്തിയാണ്, സന്തോഷമാണ്. അതല്ല അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ ലളിതമായിട്ട് മനോഹരമായി നമുക്ക് ഇത്തരത്തിലുള്ള കുറഞ്ഞൊരു സമയം നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ കൃഷികൾ ചെയ്ത് ജീവിതം ഹാപ്പിയാക്കാം.